നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഡിസംബർ 25 മുതൽ 31 തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത്. 25 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇനി മേടത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. മിഥുനത്തിൽ ചന്ദ്രൻ, ചിങ്ങൻ രാശിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ, കുംഭത്തിൽ ചന്ദ്രൻ രാഹു, മീനത്തിൽ ശനി. ഇത് മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഏവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ സൂര്യനും ചൊവ്വയും ശുക്രനുമുണ്ട്. 3-ാം ഭാവത്തിൽ കുംഭത്തിൽ ചന്ദ്രനും രാഹു, 4-ൽ മീനത്തിൽ ശനി, 7-ാം ഭാവത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ബുധൻ. ഇവിടെ പ്രായണ എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ധനുരാശിക്കാർ. ലഗ്നത്തിലെ ശുക്രൻ പലപ്പോഴും ആ ഭൗതിക സുഖത്തിന് ഉതകുന്നതായ സാധന സാമഗ്രികളും വസ്ത്രഭൂഷാദികളും വാഹനങ്ങളും ആഡംബരങ്ങളുമൊക്കെ വാങ്ങാനുള്ള ഒരു വലിയ താല്പര്യം വരും. തന്നെ സാമ്പത്തികം കൂടി അനുകൂലമാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ എന്താണ് ഭൗതിക സുഖം, മെറ്റീരിയലിസ്റ്റ് ആകാൻ എന്തൊക്കെ മാർഗം, അതൊക്കെ തേടി ഈ ശുക്രൻ ധനുരാശിക്കാരെ സഹായിക്കുന്നതാണ്. 7-ൽ വ്യാഴമാണ്. അവിടെ ഒരു അതിമാനുഷ്യ യോഗമുണ്ട്. അതിനാൽ പലപ്പോഴും വളരെ പോഷായി ജീവിക്കാനുള്ളൊരു സൗഭാഗ്യം ഈ ഒരു വാരം തരും. നല്ല പ്രണയബന്ധത്തിലേർപ്പെടും. ഫാമിലി ലൈഫിന് അത്ര സ്വസ്ഥത ലഭിക്കണമെന്നില്ല. കാരണം 7-ാം ഭാവാധിപനായ ഗ്രഹം ബുധൻ, മിഥുനൻ രാശിയാണ് ധനുരാശിക്കാരുടെ 7-ാം ഭാവം. അതിൻ്റെ അധിപനായ ബുധൻ നിൽക്കുന്നത് ദുർബലമായി 12-ലാണ്. അതിനാൽ 29-ാം തീയതി വരെ ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ സംഘർഷം ദാമ്പത്യത്തിൽ വരാം. പുതിയ ചില സ്ത്രീ ബന്ധങ്ങളുണ്ടാകാം. അത് ദാമ്പത്യത്തിൽ വഴക്കില്ലാതെ നോക്കേണ്ടുന്നൊരു സമയമാണെന്ന് അറിയുക. ഇവിടെ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് പലപ്പോഴും അധോമുഖ രാശിയാണ്. വാഹനാപകടം ശ്രദ്ധിക്കണം. ഗൃഹേ വാഹനേ ഹാനയോ വാതരോഗി. തൻ്റെ വീട്ടിൽ വാഹനങ്ങൾ കൊണ്ട് അപകടമുണ്ടാകും. വാതരോഗത്താൽ ബുദ്ധിമുട്ടും. ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏകാഗ്രതയോടുകൂടി ഡ്രൈവ് ചെയ്യണം. പലപ്പോഴും വീട്ടിൽ വാഹനം, അത് 2 വീലറായാലും 4 വീലറായാലും, ചെറിയ കുട്ടികളൊക്കെ അതിൻ്റെ പിറകിൽ വരിക, അല്ലെങ്കിൽ അതിൽ കയറി കളിക്കുമ്പോൾ പെട്ടെന്ന് അപകടങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാതെ നോക്കണം. പല വിഷയങ്ങളും തനിക്കൊരു മേൽക്കോയ്മ വരുന്ന വാരമാണ്. ധനുരാശിക്ക് പലപ്പോഴും ശില്പബുദ്ധിയാണ്. യാന്ത്രികമായ മെഷീനറി എൻജിനീയറിംഗ് ടാലൻറ്റ് വളരെ കൂടിയവരാണ്. അവർക്കൊക്കെ തന്നെ ഈ മാസം, എൻഡ് ഓഫ് ദിസ് മന്ത്, പുതിയ വർഷമൊക്കെ പുത്തൻ ജോലി, അംഗീകാരം, പലപ്പോഴും ജോലിയിൽ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെ വരാം. ഡിസംബർ 29 കഴിഞ്ഞാൽ ഇതിനൊക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ് ധനുരാശിക്കാർക്കെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ നല്ലൊരു പ്രസൻസ് ശുക്രൻ്റെ വന്നു. സ്വതവേ സൂര്യനും ചൊവ്വയുമാണ് ധനുരാശിയിൽ നിൽക്കുന്നത്. അത് വളരെയധികം കടുംപിടുത്തം നടത്തി മർക്കടമുഷ്ടി നിൽക്കുന്ന സമയത്ത് ആ ശുക്രൻ്റെ വരവ് ഒരു വേനലിൽ ഒരു മഴ പോലെ അനുഭവം ഉണ്ടാകും. സൗഹൃദങ്ങൾക്കൊക്കെ തനിക്ക് കുറച്ചുകൂടി പുതിയ മാനങ്ങൾ സൃഷ്ടിക്കാം. അതിലൂടെ സൗഹൃദങ്ങളെ നന്നാക്കാം. പല അവസരങ്ങളും ധനുരാശിക്കാർക്ക് നഷ്ടപ്പെടുക ഇവരുടെ ആ ബന്ധുദ്യുട്ട്, എല്ലാവരോടും ദ്വേഷിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് നല്ലൊരു മാറ്റമാവട്ടെ ഈ ശുക്രൻ്റെ യോഗവും ആ ശുക്രന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും. ഏതായാലും 29 തീയതി വരെ ശ്രദ്ധിക്കുക. രേഖാപരമായ വിഷയങ്ങൾ ബുദ്ധിമുട്ട് വരും. രേഖയിൽ ചതിക്കപ്പെടും. പലപ്പോഴും തന്നെ കർമ്മമേഖലയിൽ വലിയ പ്രയാസങ്ങൾ, ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. അതേ രീതിയിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കും. പെട്ടെന്ന് ചതിക്കപ്പെടും. രേഖയിലൂടെ ചതിവ് വരിക നമ്മൾ ഡെയിലി കാണുകയാണ്. പലരും കൈക്കൂലിയുമായി പിടിക്കപ്പെടുന്നു. വിജിലൻസിൻ്റെ നോട്ടപ്പുള്ളികളാകാതെ നോക്കണം ധനുരാശിക്കാർ. ഇവിടെ പരിഹാരമായി നിർബന്ധമായും കർമ്മ വിഷയത്തിലേക്കുള്ള ദോഷപരിഹാരമായി ധനുരാശിക്കാർ പാനകം, തുളസിമാല, സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. അപ്രകാരം തന്നെ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന ചിന്മുദ്രയിൽ ചെയ്യുക. വളരെയധികം മാറ്റങ്ങൾ പ്രദാനം ചെയ്യപ്പെടും. പലപ്പോഴും ദാമ്പത്യത്തെക്കാൾ ഉപരി സ്ത്രീകൾ, ലേഡി സൗഹൃദങ്ങൾ ഇത് വന്ന് അതിലൂടെ മനസ്സമാധാനം,
ശാന്തി അതിലൂടെ ലഭിക്കും പലപ്പോഴും ധനുരാശിക്കാർ. വൈകാരികമായി അങ്ങേയറ്റം രണ്ട് തലത്തിൽ നിൽക്കുന്ന ദാമ്പത്യത്തിൽ ക്ലേശങ്ങളുള്ള സമയത്തൊക്കെ എവിടെയെങ്കിലും ഒരു സ്ത്രീ സുഖം, ഒരു നല്ല കൊഞ്ചൽ തനിക്ക് ലഭിച്ചാൽ അതൊരു വരമായി തോന്നാം ധനുരാശിക്കാർക്ക് ഈ ഒരു വാരമെന്നറിയുക. നന്ദി, നമസ്തേ.